ഹൈ ഡിയേഴ്സ്, വെൽക്കം ടു AchusDesign. ഇന്ന് നമ്മൾ വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു പാർട്ടി വെയർ സെറ്റാണ് കേട്ടോ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ജോർജറ്റിൻ്റെ ഫാബ്രിക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു നേവി ബ്ലൂ കളറിലെ ഫാബ്രിക്കാണ്. പിന്നെ നമുക്ക് കുറച്ച് കട്ട് ബീഡ്സുകൾ വേണം. അത് ഞാനൊരു പിങ്ക് ഷെയ്ഡിലുള്ള കട്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരു ആൻറ്റി ഗോൾഡ് കളറിലെ കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 3 ബീഡ്സുകൾ യൂസ് ചെയ്തിട്ടാണ് നമ്മളിന്ന് ഈ ഒരു പാർട്ടി വെയർ സെറ്റ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പാറ്റേൺ വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഈ യോക്കിൻ്റെ പോർഷനാണ് വി നെക്കാണ് വന്നിട്ടുള്ളത്. അപ്പം വി നെക്കിൽ നമുക്ക് കുറച്ച് ഡിസൈൻ മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. യോക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 14 ആണ്. അപ്പോൾ ആ ഒരു 14 നിൽക്കത്തക്ക വിധത്തിലാണ് നമ്മളുടെ ഈ ഒരു കുഞ്ഞു ഡിസൈൻ വന്നിട്ടുള്ളത്. സ്ലീവിലാണ് കൂടുതൽ ഹെവി ആയിട്ടുള്ളത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കുഞ്ഞു കുഞ്ഞു ബീഡ്സുകളാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ചെസ്റ്റിൻ്റെ വണ്ണവും ഒക്കെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് യോക്കിൻ്റെ അളവ് ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതുപോലെ വർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് സ്ലീവ് ഒന്ന് നോക്കാം. സ്ലീവിന് എത്രയാണോ ലെങ്ത് വേണ്ടത് അതിനനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. താഴെ നിന്ന് മുകളിലേക്കാണ് നമുക്ക് ഈ ഒരു വർക്ക് വന്നിട്ടുള്ളത്, അതായത് അതിൻ്റെ ഒരു വിഡ്ത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ താഴെ നമുക്ക് ഒരു ചെറിയൊരു 2 ലൈൻ ഞാൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഗ്യാപ്പ് കൊടുത്തിട്ടുള്ള, പിന്നെ വീണ്ടും 2 ലൈൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് 4 ഇഞ്ച് പോലും വേണ്ട, അതിനനുസരിച്ചിട്ട് ജസ്റ്റ് സ്കെയിൽ വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. കുറച്ച് ഗ്യാപ്പ് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും 2 ലൈന്, പിന്നെയും ഗ്യാപ്പ്, പിന്നെ വീണ്ടും 2 ലൈന്, അങ്ങനെ മാറ്റി നമുക്ക് വീതി അനുസരിച്ചിട്ട് നമുക്ക് മുകളിലേക്ക് വരച്ച് കൊടുക്കാം. എന്നിട്ടാണ് നമ്മൾ ഈ ഒരു വർക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ വണ്ണം നിങ്ങൾക്ക് കുറയ്ക്കുകയോ കൂട്ടുകയോ എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ വീതിയിൽ മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചെടുക്കാം. ഇത്രയും വീതിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ വരച്ച് മുകളിലേക്ക് വരച്ച് നിങ്ങൾക്ക് ഒരു അളവ് അനുസരിച്ച് എടുത്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇപ്പം ഞാൻ എന്താ മെറ്റീരിയലിലേക്ക് ജസ്റ്റ് ഒരു 3 ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇത് ചെയ്യുന്നത് ആദ്യം ഒരു ലൈൻ കൊടുത്തു, അതിനുശേഷം കുറച്ച് ഗ്യാപ്പ് കൊടുത്തു, വീണ്ടും 2 ലൈൻ കൊടുത്തിട്ടുണ്ട്, വീണ്ടും ഗ്യാപ്പ്, അങ്ങനെയാണ് കേട്ടോ ചെയ്ത് കൊടുത്തിരിക്കുന്നത്, വരച്ച് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പം നമുക്ക് നോർമൽ നീഡിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ഈ ഒരു ആംഗിളിൽ ചരിച്ച് കൊണ്ടുവരിക. ചരിച്ചാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്യുന്നത്. ഇതിലൊരു 2 ബീഡ്സ് എടുത്തിട്ട് ചരിച്ച് കൊണ്ടുവന്ന് നീഡിൽ ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ അടുത്തത് ചെയ്യുമ്പോൾ ഇതിൻ്റെ അടുത്തുനിന്ന് കുറച്ച് ഗ്യാപ്പ് കൊടുത്തിട്ട് ത്രെഡ് എടുക്കുക, 2 ബീഡ്സ് എടുക്കുക, ആദ്യം ചെയ്തതിൻ്റെ അടുത്തേക്ക് നീക്കി കൊണ്ടുവരിക. അങ്ങനെ ചരിച്ച് കൊണ്ടുവരികയാണ്. ആ ഒരു അത്രയും പോർഷൻ ഫുള്ളായിട്ട് അങ്ങ് ചെയ്ത് കൊടുക്കാനുണ്ട്. നമുക്ക് ആ ഒരു ലൈൻ കറക്റ്റ് ആയിരുന്നു, ആ ഒരു 2 ബീഡ്സ് ഇരിക്കാനുള്ള ലൈൻ ഉണ്ടത്. അപ്പം അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, വരച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ വരയൊക്കെ മുകളിലും താഴെയൊക്കെ ആയിട്ട് കാണും. അപ്പോൾ അതൊന്ന് ഒഴിവാക്കാനാണ് ഈ ഒരു അളവിൽ വേണം വരയ്ക്കാനെന്ന് പറയുന്നത് കേട്ടോ. ഇപ്പം ഞാൻ 2 ബീഡ്സ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു ഡിസൈനാണ് കേട്ടോ. ബിഗിനേഴ്സിന് പെട്ടെന്ന് ഒരു പാർട്ടി വെയർ സെറ്റൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു ഡിസൈൻ ഒരു പ്രയാസവും ഇല്ല ചെയ്തെടുക്കാനായിട്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു 2 ദിവസം കൊണ്ടൊക്കെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ബാക്കിയുള്ള പോർഷനും കൂടി ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കണം. നമുക്ക് മുകളിൽ ഗോൾഡൻ കളർ വന്നു, അതേപോലെ താഴെയും ഗോൾഡൻ കളർ വന്നിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ ആ ഒരു റോസ് ബീഡാണ് ചെയ്തത്. അതൊരു 3 ബീഡ്സ്, അത് ഇതിനേക്കാളൊരു ചെറിയ ബീഡ്സ് ആയതുകൊണ്ട് തന്നെ ഒരു 3 ബീഡ്സുള്ള എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 3 ബീഡ്സ് എടുത്തിട്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ചരിച്ച് കൊണ്ടുവരിക. പിന്നെ ഓരോ ബീഡ്സിനും ലോക്കിട്ട് കൊടുക്കാൻ പ്രത്യേകം മറക്കരുത്. ലോക്കിട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് നാൾ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതിനനുസരിച്ച് നിങ്ങൾ ലോക്കിട്ട് പോവുക. അല്ല എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിലും ഇടയ്ക്കൊക്കെ ഒന്ന് ലോക്കിട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് ചരിച്ച് നമുക്ക് ഓരോ ബീഡ്സുകളും ഓരോ ഈ ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ള പോർഷനും കൂടെ നമുക്ക്
അപ്പോൾ ഇതേപോലെയാണ് നമ്മുടെ ഡിസൈൻ വന്നിട്ടുള്ളത് കേട്ടോ. നമ്മൾ കണ്ടോ, നമ്മൾ അതേ സെയിം തന്നെയാണ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ആ കട്ട് ബീഡ്സുകളും അതുപോലെ ആ ഒരു റോസ് കളറിലുള്ള ബീഡ്സുകളും നമ്മൾ അതേപോലെ തന്നെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് നമുക്ക് ഒരു ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ കണ്ടോ, യോക്കിൻ്റെ പോർഷൻ കണ്ടോ, യോക്കിൻ്റെ പോർഷനിൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ലെങ്ത് എന്ന് പറയുന്നത് 14 ഇഞ്ചാണ് വന്നിട്ടുള്ളത് കേട്ടോ. ആ ഒരു 14 ഇഞ്ചിനകത്ത് നിൽക്കത്തക്ക വിധത്തിലാണ് ആ ഒരു കുഞ്ഞു ബീഡ്സുകൾ വന്നിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ഒന്ന് നമുക്കൊന്ന് ചെയ്തെടുക്കണം. അപ്പോൾ സ്ലീവിൽ നല്ല ഹെവി ആയിട്ടാണ് വർക്ക് വന്നിട്ടുള്ളത്, ചെസ്റ്റിൽ വളരെ സിമ്പിളായിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു നേവി ബ്ലൂ കളറിലെ ഫാബ്രിക്കാണ്. അതുപോലെ എയർലൈൻ കുർത്തിയാണോ അല്ലെങ്കിൽ അംബ്രല്ല കുർത്തിയായിട്ടോ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം നമുക്ക് ആ ഒരു യോക്ക് പോർഷനിൽ കണ്ടിട്ടുള്ള ബീഡ്സ് നമുക്ക് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. ആദ്യം ഒരു കുഞ്ഞു ബീഡ്സ് നമ്മളൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അതിന് ശേഷം അതിനോട് ചേർന്ന് തന്നെ ഒരു ബീഡും കൂടെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുത്തു. പിന്നെ തൊട്ട് താഴെയായിട്ട് ഒരു ബീഡും കൂടെ ഫിക്സ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അതാ ഇതേപോലെ ഒരു 3 ബീഡ്സാണ് നമുക്ക് കിട്ടും. അപ്പോൾ അത് അത്ര സിമ്പിളാണ് കേട്ടോ ഇത്. ഇനി എന്തേ കുറച്ച് ഗ്യാപ്പ് കൊടുത്തിട്ട്, അതായത് ആ ഒരു അളവനുസരിച്ചിട്ട് വേണം കൊടുക്കാൻ കേട്ടോ. ഒരു ബീഡ് ചെയ്തു, പിന്നെ അതിന് ശേഷം ഒരു ബീഡും കൂടെ ചെയ്തു, പിന്നെ തൊട്ട് താഴെയായിട്ട് ഒരു കുഞ്ഞു ബീഡും കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഡിസൈൻ വരുന്നത്. ഫൈനൽ ഔട്ട്ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് നമുക്ക് ബിഗിനേഴ്സിനും എല്ലാവർക്കും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയൊരു സിമ്പിൾ ഡിസൈനാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്